എല്ലാവരും നമസ്കാരം. ഞാൻ മുട്ടയൊക്കെ അടിച്ചു തിരിച്ചു വരണം. ഇപ്പൊ വെൽക്കം ആനമലൈ, അതായത് ആളിയാർ കഴിഞ്ഞു. ആനമല ടൈഗർ റിസോർട്ടാണ്. അപ്പം അങ്ങനെ നല്ല ട്രാഫിക് ജാമാണ്. பாஸ் இங்கேருந்து எடுத்துட்டு அங்கே அவுட் பண்ணுமா கேட்டு சொல்லு சார். கேட்டு சொல்லு. சவுண்ட் போடு. பாஸ் வேணுமா? எவ்வளோ வேணும்? பாஸ் முன்னாடி போடு. வண்டி கேப் இருந்தா அங்கே போட்டுட்டு இங்கேருந்து பாஸ் எடுத்துடும். அப்படிங்களா? சரி. ഇങ്ങന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് വാൽപ്പാറ പോകാനായിട്ട്. ഇപ്പോൾ വിഷുവിൻ്റെ ഒരു തലേദിവസമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിലും തിരക്കുള്ള ദൈവമേ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ പാസ് എടുക്കാൻ വേണ്ടി എത്തിക്കണ്ട നമ്മുടെ കൂട്ടുകാരൻ ഷെറിയും പോയിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കിൻ്റെ നല്ല കരിങ്കുരങ്ങ എവിടെയാ? അതിൻ്റെ അപ്പുറത്താ. അതേ ഇരിക്കുന്ന മുത്തേ. നമ്മള് കരിങ്കുരങ്ങ് ഇருக்கு. അതായത് കരിങ്കുരങ്ങ് നമ്മുടെ സിംഹവാലക്കുരങ്ങ് എന്നാണ് പറയുന്നത്. സിംഹവാലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് കാടണി. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ പഴനി പോയി തിരിച്ചു വരുന്ന വഴിയിൽ നേരെ ഇപ്പോൾ നമ്മൾ വരുന്നത് അട്ടക്കട്ടി ആളിയാർ ഡാം കൂടി നേരെ കയറി വാൽപ്പാറ കയറി നേരെ മലക്കപ്പാറ. മാങ്ങയിലേ പുളി ഉണ്ടാവാൻ പാടില്ലേ? പുളി ഇരിക്ക? പുളി ഉണ്ടാവാ? പുളിയില്ല. அக்கா உங்க பேர் என்ன? சரி அக்கா. எப்படி இருக்க கச்சோடம் பிஸ்னஸ்? எப்படி இருக்க? അക്ക കച്ചവടത്തിലാണ്. അപ്പോൾ അക്കയ്ക്ക് കയ്യിൽ പൈനാപ്പിൾ, മാംഗോ, അപ്പുറത്ത് മറ്റേ വെള്ളരിക്ക, എന്നിട്ട് അറ്റത്ത് വെള്ളരി അല്ല വെള്ളരി അത് തന്നെ കുക്കുമ്പർ. വെള്ളരിക്ക. ഓക്കെ ഗേസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. മൊട്ടത്തലയായിരുന്നു. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. ഓക്കെ ഗേസ്, അട്ടക്കട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. താഴത്തെ ആളിയാർ ഡാമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആളിയാർ ഡാമിൻ്റെ മുകൾ വശത്തെത്തി. ചുരം കയറി മുകൾ വശത്തെത്തി. പകുതി മുക്കാലാവാറായി. എന്തായാലും നല്ല അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. നല്ലൊരു പച്ചപ്പൊക്കം നിറഞ്ഞ സമയത്താണ് നമ്മളിപ്പോൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ തുടങ്ങുന്നതിന് തൊട്ട് മുന്നുള്ളൊരു യാത്രയാണ് ഞങ്ങളുടെ. മഴ സമയത്തൊക്കെ നമ്മളിത് വാൽപ്പാറയ്ക്ക് വരുന്നത് വിചാരിച്ചിട്ട് നമുക്ക് സാധിച്ചില്ല. എന്നാൽ ഈ സമയത്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നമ്മുടെ ഇഷ്ടാനുസരത്തിന് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെയധികം ഹാപ്പി ആയിട്ട് പോവാം. നല്ല പച്ചപ്പ് നിറഞ്ഞ വീഡിയോകൾ നമുക്ക് കിട്ടും. നല്ല സീനറികളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ചുരത്തിൽ നമ്മുടെ സാരഥി സുബീഷ് കുട്ടിച്ചറ നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ സാരഥിയായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഒരു കൂട്ടുകാരിരിക്കുന്നുണ്ട്, ഉണ്ണായി. അവൻ വളരെയധികം എൻജോയ്മെൻറ്റ് മൂഡിലിരിക്കുന്നത്. എന്തോ പുല്ലൊക്കെ പിടിച്ച് പറിച്ച് അവൻ ആ ഒരു വൈബിൽ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഷെറിമോനും ഞാനും കൂടി പുറവശത്ത് രണ്ടാളും കൂടി ഏകാന്തമായി വീഡിയോ ഒക്കെ പിടിച്ച് സമാധാനപരമായിട്ടിരിക്കുകയാണ്. താഴെ കാണുന്ന ഡാമാണ്. നമുക്കിവിടെ ഒരുപാട് പച്ചപ്പും മരങ്ങളും കൂടുതലുള്ള കാരണം താഴത്തേക്ക് ഉള്ള വ്യൂ കിട്ടണില്ല. എന്തായാലും അതിമനോഹരമായിട്ട് റോഡാണ്. നല്ല വീതിയുണ്ട്. രണ്ട് വണ്ടി കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകാനുള്ള
അതിനും കൂടുതൽ വീതിയുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു. എന്തായാലും നല്ല റോഡാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു റോഡാണ് അത്. നമ്മുടെ വാൽപ്പാറ മലക്കപ്പാറ വഴി ഇറങ്ങി പോകുമ്പോൾ വാഴച്ചാൽ വഴിയിൽ എന്തായാലും ഇത്രയ്ക്ക് നല്ലൊരു റോഡ് ഫീലിംഗ് ഇല്ല. എന്തായാലും തമിഴ്നാട് റോഡൊക്കെ നല്ല റബ്ബറൈസർ റോഡാണ്. കൊള്ളാം, അടിപൊളി. ചീരിപ്പാഞ്ഞ് ചുരം കയറി ചെന്നപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി വന്നു. അങ്ങനെ വഴി ബ്ലോക്കായി. സൈഡില്ല അവിടെ കൊടുക്കാനായിട്ട്. ഇത്തിരി വീതി കുറവുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വലിയ വണ്ടി വരുമ്പോൾ ഒതുക്കി കൊടുക്കണം ചുരത്തിൽ ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കഷ്ടപ്പെടും. അവന് റിവേഴ്സ് വെച്ചു, നമ്മൾ റിവേഴ്സ് വെച്ച് ഒതുക്കി കൊടുത്തു. നമ്മളിങ്ങനെ ഒതുക്കി നിൽക്കണേ. അവൻ ഇത്തിരി റോങ്ങ് കയറി തന്നെ. രണ്ടും ചെയ്യാൻ വണ്ടിയാണ്, വലിയ കുഴപ്പമില്ല. അവർ തമ്മിൽ സംസാരിച്ച് തീർത്തോളും. ഇനി ലെഫ്റ്റ് ഒതുക്കി കഴിഞ്ഞാൽ ഒതുങ്ങും വണ്ടി. സൈലോ 41-31 സ്റ്റാൻഡ് വിട്ട് ഉടൻ തന്നെ ചുരം വിട്ട് പോകേണ്ടതാണ്. വേഗം പോട്ടെ 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 കയറി പോട്ടെ വിട്ട് പോട്ടെ സൈലം മോനെ. ടി എം വണ്ടിയാണ് പോകാൻ ഒരു ബുദ്ധിമുട്ട്. ടി എം വണ്ടിയാണ്ട് നമ്മൾ കടന്നു. ഓക്കെ, കടന്നു. അങ്ങനെ ടി എം വണ്ടി ഒരു കണക്കിന് കയറി പോയി. ഈ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത വളവിൽ ഉണ്ടാവും. ഇതേപോലെ റിങ്ങായിട്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തട്ടിക്കഴിഞ്ഞാലും വണ്ടി തെന്നി മാറിയാണ് പോകുള്ളൂ, താഴ്ചക്ക് പോവില്ല. ആ മഞ്ഞ റിങ് പോലത്തെ എല്ലാ വളവിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധ വളവിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ സാധനം. വണ്ടി തട്ടി കഴിഞ്ഞാലും ഫ്രണ്ടിങ്ങനെ തട്ടി ഇങ്ങനെ തെന്നി മാറി ഇങ്ങനെ വിടുള്ളൂ. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ പരമാവധി ചുരത്തിൽ വലിയ വണ്ടികൾ വരണ്ടോ എന്ന് നോക്കി ഓണടിച്ച് പോവുക. ചെറുവണ്ടികൾക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റും. വലിയ വണ്ടികൾക്ക് അങ്ങനെ കണ്ടമാനം ഒതുക്കാൻ പറ്റില്ല, സൈഡിൽ കിട്ടില്ല. ഫ്രണ്ടിൽ പോണ സൈല വണ്ടിക്കാരൻ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അത് എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഭംഗിനെ കാണാം. ഡാമൊക്കെ താഴത്ത് കാണാൻ പറ്റാത്ത രീതിയായിട്ടാണ്, ചെറുതായിട്ട് കാണുള്ളൂ. അത്രയ്ക്കും മുകളിൽ നമ്മളെത്തി. ചുരം കയറി നമ്മളങ്ങനെ ഒരുവിധം മുകളിലേക്ക് എത്തി. കാണണം, താഴെ കണ്ടോ ഡാം കണ്ടോ. നമ്മൾ പറഞ്ഞാൽ വേണ്ട, വളവിൽ കണ്ട എല്ലാ വളവിലും വെച്ചാൽ വേണ്ട. ഇതുമ്പോൾ തട്ടി കഴിഞ്ഞാൽ തിന്നി മാറി പോകുന്നത്. അതെന്തായാലും സേഫോ എന്നുള്ളൊരു രീതിയിലാണ് അവർ വെച്ചേക്കുന്നത്. നമ്മളങ്ങനെ സൈലോണ്ട് ഓവർടേക്ക് അത് കൈകൊണ്ട് കട്ടിയവർ. ഞങ്ങളങ്ങനെ ചുരത്തിൽ കൂടെ അത്യാവശ്യം വണ്ടികൾ വരുന്നുണ്ടാകുമ്പോഴത്തേക്ക് ഒതുക്കി നിർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. ഒരു വലിയ വണ്ടി കിടക്കാനേ സൈഡുള്ളൂ. അപ്പോൾ നമ്മൾ ഒതുക്കി പയ്യെ അവിടെ ഒതുക്കിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നേരെ അല്ലെങ്കിൽ പണി പാലും വളർത്തി കിട്ടും. വലിയ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കടന്നു പോലെന്ന് കണ്ടാവും. ചെറിയൊരു പാറിടുക്ക് പോലത്തെ സ്ഥലമാണ്.
വന്നില്ലേ? പൈനാപ്പിൾ വാട്ടർമെലൺ